ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ആദ്യ ദിനം 4,93,00,000 രൂപയോളമാണ് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും 5 കോടിക്ക് മുകളിൽ എന്നുള്ള ഒരു പ്രതീക്ഷയാണെങ്കിൽ കുറച്ച് കുറഞ്ഞ് 4,93 നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2,76,000 മുകളിലുള്ള ടിക്കറ്റുകൾ ആദ്യ ദിനം വിറ്റുപോയിട്ടും എന്തുകൊണ്ട് ഇത്ര കുറവ് എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഇന്നലെ മാത്രം വിറ്റുപോയത് 3,5 ലക്ഷത്തിനടുത്തുള്ള ടിക്കറ്റുകളായിരുന്നു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്ററുകളിലും കണ്ടതാണ്. പക്ഷേ ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനായി മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും ഏറെ പങ്കും ട്രാക്കേഴ്സ് പുറത്ത് വിടുന്ന കണക്കുകൾ 14 തൊട്ട് 15 കോടിക്കിടയിലാണ് എന്നുള്ളതാണ്. GCC മേഖലയാണ് സിനിമയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ആ ഒരു കൊല്ലത്തൂക്ക് തൂക്കാനുള്ള അവസരം നൽകിയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. രണ്ടാം ദിനമായ ശനിയാഴ്ചയും സിനിമയ്ക്ക് വൈകുന്നേരം 4 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ആദ്യ ദിനത്തേക്കാൾ കൂടുതലായിട്ടുള്ള തിരക്കും ഒപ്പം കളക്ഷനും എത്തിയതായി കാണാൻ കഴിയുന്നു. 1,588 ഷോകളിൽ നിന്ന് 2,80,725 ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ഇതുവരെ കാണിക്കുന്നത്. 46.49% ഒക്യുപ്പൻസിയിൽ 260ഓളം ഫാസ്റ്റ് ഫില്ലിങ്ങും 100-നടുത്തുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 3,45,26,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ തന്നെ വന്നിരിക്കുന്നത്. അതായത് 3,70,00,000 രൂപ ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ കഴിഞ്ഞു. ഇനിയും നൈറ്റ് ഈവനിങ് ഷോസിൻ്റെയൊക്കെ വരുമ്പോഴത്തേക്ക് എത്രയാകും? അതായത് ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതായത് ഇന്ന് 5 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് കേരള ബോക്സ് ഓഫീസ് സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് GCC രാജ്യങ്ങളിൽ ഇന്ന് ഷോകൾ ഭയങ്കരമായി കൂട്ടുന്ന ഒരു കാര്യം കണ്ടു. കേരളത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 360 മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു കാര്യം കണ്ടു. ഇന്നലെ 260 ആയിരുന്നു. അതിന് മുകളിലേക്കുള്ള, അതായത് 100 മുകളിലുള്ള സ്ക്രീൻ കൗണ്ടുകൾ കൂട്ടുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 18 കോടിക്ക് മുകളിലായിരിക്കാം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നുള്ളതാണ്. എന്തായാലും 2 ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ 30 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ്. എന്തായാലും ഫൈനൽ കളക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാവുന്നതാണ്. എന്തായാലും മികച്ച ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ ലോ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ വലിയ വിജയമായി മാറുന്നു. 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുകയും ആദ്യ ദിനത്തിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിലുള്ള ഷെയർ വരികയും ചെയ്ത ചിത്രമായി മാറുകയാണ്. ഇതുവരെ മമ്മൂട്ടി സിനിമകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് ഈ സിനിമയ്ക്ക് കാണുന്നത്. അതായത് നല്ല റിലീസ് തന്നെ ഏകദേശം 50 മുകളിലുള്ള രാജ്യങ്ങളിൽ സിനിമ ഒരേ സമയം റിലീസ് ചെയ്തു. അത് തന്നെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വമ്പൻ റിലീസ് നടന്നു. തമിഴ്നാട്ടിൽ നിന്ന് സിനിമയ്ക്ക് 34 ലക്ഷം രൂപയോളം കളക്ഷൻ വരുന്നു. അതേപോലെ തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യയിലും നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനും സിനിമയ്ക്ക് അഡ്വാൻറ്റേജായി മാറിയിട്ടുണ്ട്. രണ്ടാം ദിനം ഇതിനെല്ലാം മുകളിലേക്ക് കയറുമെന്നുള്ളത് തന്നെയാണ് ട്രെൻഡിങ് കാണിക്കുന്നത്. GCCയിൽ 700 മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത്രത്തോളം ഷോകൾ അതായത് UAEയിൽ മാത്രമായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. എന്തായാലും അവിടെ എല്ലായിടത്തും എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനത്തിന് നൽകുന്ന ആ മികവ് തന്നെയാണ് ഈ ഒരു സിനിമയെ ഏറ്റവും ഹൈലൈറ്റായി പോകുന്നത്. അപ്പോൾ വലിയ താമസമില്ലാതെ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഫൈനൽ സിനിമ 80 കോടി ആ റേഞ്ചിലൊക്കെ എത്തുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങളിലേക്ക് വിട്ടുതരുന്നു 100 കോടി അടിക്കുമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്. ഒപ്പം കളക്ഷൻ വൈകുന്നേരം റിപ്പോർട്ട് ഉണ്ടാവും. 8:30 നമ്മൾ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നതാണ്. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം ഗ്രേറ്റ് മീഡിയാസ്.